ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വാർത്ത. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ വിധി പറയാൻ 28ലേക്ക് മാറ്റി. പത്തനംതിട്ട ജില്ലാ കോടതിയുടേതാണ് നടപടി. വിഷ്ണു VS ഉണ്ട് വിവരങ്ങൾ നൽകാൻ. വിഷ്ണു, രാഹുലിന്റെ വിധി ബുധനാഴ്ച ഉണ്ടാകും എന്നല്ലേ? അതെ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുന്നത് ഈ മാസം 28ലേക്കാണ് മാറ്റിയത്. യുവതി നൽകിയ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട കേസിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുന്നത് മാറ്റിവെച്ചത്. നേരത്തെ കേസിൽ പ്രോസിക്യൂഷന്റെ പ്രതിഭാഗത്തിന്റെ വിശദമായ വാദങ്ങൾ പൂർത്തിയായിരുന്നു. എന്നാൽ കേസ് ഡയറിയിലെ വിവരങ്ങൾ കൂടുതൽ പരിശോധിക്കാനുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി വിധി പറയുന്നത് ബുധനാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു നടക്കമുള്ള ഗുരുതരമായ കോടതിയും തട്ടിക്കളിക്കുകയാണോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ? രാഹുലിനെ അങ്ങോട്ട് തട്ടി, ഇങ്ങോട്ട് തട്ടി, അവിടെ തട്ടി, ഇവിടെ തട്ടി. ഇപ്പൊ കഴിഞ്ഞ വ്യാഴാഴ്ച വാദങ്ങൾ ഒരു 1.5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾ രാഹുലിന്റെ അഭിഭാഷകനും പ്രോസിക്യൂഷന്റെ അഭിഭാഷകനും ഒക്കെ വേണ്ടുവോളം വാദങ്ങൾ നിരത്തിയതാണ്. ഇതിപ്പോ ഒരു കാര്യം പറയാനുള്ളത്, ഇത് കേസിന്റെ ട്രയലോ അല്ലെങ്കിൽ വിചാരണയോ ഒന്നുമല്ല നടക്കുന്നത്. മറിച്ച് കേസിൽ തന്നെ അന്യായമായി അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഒരു പരാതി വന്നപ്പോൾ തന്നെ അന്യായമായി അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം കോടതിയിൽ നൽകിയിരിക്കുന്ന ഒരു അപേക്ഷയാണ്, ജാമ്യാപേക്ഷയാണ്. ആ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി അധികാര പരിധികൾക്കപ്പുറമാണെന്ന് പറഞ്ഞുകൊണ്ട് ബെയിൽ അപ്ലിക്കേഷൻ ഡിസ്മിസ്ഡ് എന്ന ഒരു ഒറ്റ വാചകത്തിൽ അവസാനിപ്പിച്ചു. അത് സെഷൻസ് കോടതിയിലെത്തി. സെഷൻസ് കോടതി ആദ്യം ഫയൽ സ്വീകരിച്ചു, അടുത്ത ദിവസത്തേക്ക് മാറ്റി. ആ ദിവസം വന്നപ്പോൾ വാദം കേൾക്കാതെ വീണ്ടും അടുത്ത ദിവസത്തേക്ക് മാറ്റി. പിന്നീട് ഒരു ദിവസം വാദം കേട്ടു, വീണ്ടും വാദം കേൾക്കാൻ മാറ്റി, വീണ്ടും വാദം കേട്ടു, പിന്നെ വിധി പറയാൻ മാറ്റി. വീണ്ടും ഇന്നിപ്പോൾ വിധി പറയേണ്ട ദിവസമായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും 28-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അതായത് ഇന്ന് 24 എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ 28. ഇപ്പോൾ ബുധനാഴ്ച വരെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ റിമാൻഡ് കാലാവധിയും അവസാനിക്കുകയാണ്. അപ്പോൾ കോടതിയും അങ്ങനെ തട്ടിക്കളിക്കുകയാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ? അങ്ങനെ എല്ലാവർക്കും തട്ടാനുള്ള ഒരു പന്താണോ രാഹുൽ? ആണോ? അല്ലെന്നേ. നിങ്ങൾ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? ഇതിപ്പോൾ ഈ രാജ്യത്തിൻ്റെ ജുഡീഷ്യറിയുടെ ചില കീഴ്വഴക്കങ്ങൾ, നടപടിക്രമങ്ങൾ ഒക്കെ ആണെങ്കിലും അയാളെ അറസ്റ്റ് ചെയ്തത് പോലും അന്യായമായിരുന്നില്ലേ? ഒരു പരാതി, ആ പരാതി പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമോ എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ, അതിനപ്പുറം ഇനി അങ്ങനെ ഒരു പരാതി നിലനിൽക്കുമെങ്കിൽ ആ പരാതിയിന്മേൽ കുറ്റാരോപിതനെ അറസ്റ്റ് ചെയ്യാനുള്ള പല നടപടിക്രമങ്ങളുമുണ്ട്. ആ നടപടിക്രമങ്ങളെ ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ വ്യക്തിയെ എന്തിന് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അറസ്റ്റ് തന്നെ അന്യായം, പിന്നെ അതിന് മുകളിൽ വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞാൽ അവനവിടെ കിടക്കട്ടെ എന്ന് ആരുടെയൊക്കെയോ താല്പര്യം. കോടതിക്കതുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ആർക്കൊക്കെ എന്തൊക്കെയോ ചില ഈ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മാക്സിമം 2 ദിവസം കൂടിയ അധികം അയാളെ അകത്തിടാനുള്ള ആരുടെയൊക്കെയോ ചില കളികൾ. ഇപ്പോൾ കേസ് ഡയറി പുതിയതായിട്ട് പരിശോധിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോടതിക്ക് കേസ് ഡയറി ഇന്നാണോ ലഭിച്ചത് എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോടതിയിൽ കേസ് ഡയറി എത്താൻ വൈകിപ്പിച്ചത് മനഃപൂർവമാണ് എന്നുള്ള കാര്യം നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അപ്പോൾ ആർക്കൊക്കെയോ വലിയ ഒരു 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 അജണ്ടകൾ ഷുവറായിട്ടുമുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, അങ്ങനെ ആരുടെയെങ്കിലും അജണ്ടകൾക്കനുസരിച്ച് തട്ടിക്കളിക്കേണ്ട ഒരു പന്തല്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. അയാൾ ജനപ്രീതിയുള്ള, സ്വീകാര്യതയുള്ള, വലിയ സ്റ്റാറ്റസുള്ള, പൊളിറ്റിക്കൽ സ്റ്റാറ്റസുള്ള, സ്റ്റാർഡമുള്ള, എല്ലാമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അയാളുടെ ജനപ്രീതിയും സ്വീകാര്യതയും തന്നെയാണ്. അങ്ങനെയുള്ള ഒരു നേതാവ് ആർജവത്തോടു കൂടി ഏത് തമ്പുരാന്റെ മുന്നിലും വിരൽ ചൂണ്ടി വർത്താനം പറയാൻ കഴിയുന്ന നേതാവ്, അയാളെ അങ്ങനെ തട്ടിക്കളിക്കേണ്ട വ്യക്തിയല്ല. കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആർക്കൊക്കെയോ വലിയ താല്പര്യങ്ങളുണ്ട്, അതുറപ്പാണ്. കാരണം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് അത് സ്വതന്ത്രനായിട്ടാണെങ്കിൽ അങ്ങനെ
മത്സരിക്കും. രാഹുൽ മത്സരിക്കും എന്നുള്ള കാര്യം രാഹുൽ ഉറപ്പിച്ചിട്ടുണ്ട്. അത് എങ്ങനെ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ രാഹുൽ തീരുമാനമെടുത്തിട്ടില്ല. കാരണം UDFൻ്റെ ഭാഗമായിട്ടാണോ അതല്ല ഇനി സ്വതന്ത്രനായിട്ടാണോ എന്നൊക്കെ ഉള്ളത്. ഇപ്പം നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ ഇന്നലെ പോലും ഇപ്പം ഞാൻ ചർച്ച ചെയ്ത് കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ UDF സ്ഥാനാർത്ഥിയാക്കില്ല എന്നുള്ള തീരുമാനത്തെക്കുറിച്ച്, ഒരു വാർത്തയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയും. പക്ഷേ രാഹുൽ മത്സരിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ മത്സരരംഗത്ത് ഉണ്ടാവരുത് എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. അതുതന്നെയാണ് രാഹുലിൻ്റെ അറസ്റ്റിലേക്ക് ചെന്നെത്തിയതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അങ്ങനെ മത്സരരംഗത്ത് ഉണ്ടാകാതിരിക്കേണ്ട ഒരാളല്ല രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. അയാൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും പരാതികളും പുകമറകളും വിവാദങ്ങളും കേസുകളും അറസ്റ്റും റിമാൻഡും കസ്റ്റഡിയും ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. രാഹുലിനെ പോലെ കഴിവുള്ള ഒരു രാഷ്ട്രീയ യുവ നേതാവിനെ ഇന്ന് ഏത് പാർട്ടിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുന്നത്? അതൊന്ന് പറ. കോൺഗ്രസ്സിൽ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കോൺഗ്രസ് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ശരി, കോൺഗ്രസ്സിലില്ല. അപ്പോൾ രാഹുൽ ഇപ്പോൾ പാർട്ടിയിലില്ല, ശരി. ഇനി കോൺഗ്രസ്സിൽ രാഹുലിനെ പോലെ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? BJPയിലുണ്ടോ? CPMയിലുണ്ടോ? CPIയിലുണ്ടോ? ഏത് പാർട്ടിയിലാണുള്ളത്? അയാളുടെ അത്തരം പൊട്ടൻഷ്യലുള്ള ഒരു യുവ നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ കേരളത്തിൽ ആർക്കെങ്കിലും സാധിക്കുമോ? അപ്പോൾ അയാൾ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയല്ല. കാരണം അയാൾ വളരെ പൊട്ടൻഷ്യലുള്ള, കാപ്പബിലിറ്റിയുള്ള, എബിലിറ്റിയുള്ള, എല്ലാമുള്ള ഒരു നേതാവ് തന്നെയാണ്. നട്ടലുള്ള, പോരാട്ട വീര്യമുള്ള, ഏതൊരു തന്നെ മുന്നിലും ഏത് തമ്പ്രാൻ്റെ മുമ്പിലും ചോദിക്കേണ്ടത് കൈ ചൂണ്ടി മുഖത്ത് നോക്കി ചോദിക്കാൻ ആർജവമുള്ള നേതാവ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. കാരണം അത്രയും നട്ടല് ഇച്ചിരി കൂടിപ്പോയത് ഒരു പ്രശ്നമായി മാറി എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഇത്ര വലിയ ആർജവമുള്ള ഒരു നേതാവല്ലായിരുന്നുവെങ്കിൽ അയാൾ രാഷ്ട്രീയ രംഗത്തുണ്ടായിക്കോട്ടെ, പൊതുരംഗത്തുണ്ടായിക്കോട്ടെ, ഇവൻ ഇങ്ങനെ ഏതൊരുത്തനെയും ചോദ്യം ചെയ്യാൻ കഴിവുള്ള ഒരു നേതാവല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ വേട്ടയാടപ്പെടുമായിരുന്നില്ല. അയാളെ വേട്ടയാടാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഒന്ന് അയാളുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസാണ്. സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ജനം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, സിനിമാക്കാരനല്ല, രാഷ്ട്രീയ നേതാവ്, ജനം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. അത് അയാളായതുകൊണ്ട് മാത്രമാണ് അയാൾ വേട്ടയാടപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അയാളുടെ നട്ടെല്ല് ഇപ്പോൾ അധികമായാൽ അമൃതും വിഷം എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ അയാളുടെ നട്ടെല്ല് അത് ഇച്ചിരി കൂടിപ്പോയത് കൊണ്ട് പലർക്കും ഇല്ലാത്തതും പലർക്കും അതിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയായതും മരവാഴയായതും ഒക്കെയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവുമ്പോൾ ആ നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് ഇരുമ്പ് കമ്പി ആയിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരുത്തരെ കൊണ്ടും വളക്കാൻ പറ്റാത്ത നട്ടെല്ല് ഒരാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നം തന്നെയാണ്. അധികമായാൽ അമൃതും വിഷമെന്ന് പറയുന്നത് പോലെ അയാളുടെ ആർജവം അത് ഇച്ചിരി അധികമായതാണ് അയാൾക്ക് വിനയായത്. അതാണ് അയാൾക്ക് ശത്രുക്കളെ ഉണ്ടാക്കിയത്. അത് തന്നെയാണ് ഈ വേട്ടയ്ക്ക് കാരണവും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് കോടതിയുടെ നടപടിക്രമങ്ങളും കോടതിയുടെ കീഴ്വഴക്കങ്ങളുമാണ്. മനസ്സിലായില്ലേ? ഒരുപക്ഷേ കോടതി ഇനിയിപ്പോൾ ട്രയലൊക്കെ നടന്ന് അവസാനം കോടതി പറയാണ് രാഹുൽ കുറ്റക്കാരനല്ല എന്ന് ഈ രാജ്യത്തിൻ്റെ ജുഡീഷ്യറി പറയുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ജനുവരി 11 അറസ്റ്റിലായതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അല്ലേ? ജനുവരി 11 അറസ്റ്റിലാവുന്നത്. ആ ദിവസം മുതൽ ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 14 ദിവസമായി, അല്ലേ? ഇനി 28-ാം തീയതിയിലേക്ക് നീട്ടുന്നു. അപ്പോൾ അതിനിപ്പോൾ 14 ആവട്ടെ, 15 ആവട്ടെ, 16 ആവട്ടെ, 17 ആവട്ടെ, 18 ആവട്ടെ, 20 ആവട്ടെ, എത്ര ദിവസമാണെങ്കിലും, ഒരു മണിക്കൂറാവട്ടെ, ഇവൻ എത്ര നേരമാവട്ടെ, എത്ര ദിവസങ്ങളാവട്ടെ, അയാൾ ഈ കടന്നതിന്, അയാളെ ഈ ക്രൂശിക്കപ്പെട്ടതിന്, അയാളെ വേട്ടയാടിയതിന് ആര് മറുപടി പറയും? കേരളത്തിലെ പോലീസ് പറയുമോ? ഈ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ പറയുമോ? ആരാണ് മറുപടി പറയുക? പറയൂ. അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുമോ? അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ മറുപടി പറയുമോ?
ആരാണ് മറുപടി പറയുക? ആരെക്കൊണ്ടും മറുപടി പറയാൻ കഴിയില്ല. അയാൾക്ക് നഷ്ടപ്പെട്ടത് അയാളുടെ മാത്രം നഷ്ടങ്ങളാവും. അയാൾ അനുഭവിച്ചതിന് അത് അയാളുടെ മാത്രം അനുഭവങ്ങളാവും, അല്ലേ? അയാൾ ഇപ്പം ജയിലിൽ കിടക്കുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം പല സമരങ്ങളുടെ ഭാഗമായിട്ട് പോലും അയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടം, അല്ലേ? പക്ഷേ അതിനൊക്കെ അപ്പുറം അയാളുടെ പച്ചയിറച്ചി കൊത്തി തിന്നിട്ടില്ലേ? അയാളെ കഴുകന്മാർ വേട്ടയാടിയിട്ടില്ലേ? ഇല്ലേ? ഇതിനാരാണ് മറുപടി പറയാൻ പോകുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മറുപടി പറയാൻ ആരുമില്ല എന്നുള്ളതും അതിൻ്റെ ഉത്തരവും എനിക്കറിയാം. അയാൾ സഹിക്കേണ്ടി വരുമെല്ലാം. അയാൾക്കുണ്ടായ നഷ്ടങ്ങൾ, അയാളുടെ സമയം, അയാളുടെ ജീവിതം, അയാൾ നേരിട്ട അപമാനങ്ങൾ, അയാൾക്കുണ്ടായ വേദനകൾ, സങ്കടങ്ങൾ, അയാളുടെ അമ്മ അനുഭവിച്ചത്, അയാളുടെ സഹോദരി അനുഭവിച്ചത്, അയാളുടെ കുടുംബം അനുഭവിച്ചത്, അയാൾ പൊതുമധ്യത്തിൽ പിച്ച് ചീന്തപ്പെട്ടത്, അയാളുടെ മാനം, ഇതിനൊക്കെ ആര് മറുപടി പറയുമെന്ന് മാത്രമല്ല അയാൾ സഹിക്കേണ്ടി വരികയാ. ഇതാണോ നീതി? ഇതാണോ ന്യായം എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരില്ലേ? ഓഫ് കോഴ്സ്, ട്രയൽ പോലും നടക്കാത്ത ഒരു കേസിൽ, പ്രാഥമികമായിട്ട് അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത കേസിൽ, ആദ്യ കൂടിക്കാഴ്ച തന്നെ പീഡനമായി എന്ന് പറയുന്ന പരാതിക്കാരി, അത് കഴിഞ്ഞും പിന്നെ എന്തിന് രാഹുൽ മാങ്കൂട്ടവുമായുള്ള ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ള ചോദ്യത്തിന് യാതൊരുവിധ ഉത്തരവും കിട്ടാത്ത പരാതി. ഒറ്റ നോട്ടത്തിൽ നമുക്ക് തന്നെ പറയാൻ കഴിയില്ലേ ഇത് ബലാത്സംഗമല്ല, പീഡനമല്ല എന്ന് പറയാൻ കഴിയില്ലേ? പിന്നെയും പിന്നെയും അയാളെ ഇങ്ങനെ കൊത്തി കീറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ന് വിധി വരുമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചതാ. പക്ഷേ അത് വീണ്ടും മാറ്റിയിരിക്കുന്നു. 28-ാം തീയതി. ഇനിയും 4 ദിവസം കഴിയണം. ഈ 4 ദിവസം അയാൾ എന്തിന് ജയിലിൽ കഴിയണം? അതിന് മറുപടിയില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ 4 ദിവസം കൊണ്ട് ഒരു കസ്റ്റഡി ആവശ്യമില്ല അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്. തെളിവുകളൊന്നും കണ്ടെത്തേണ്ടതില്ല, ഒരു അന്വേഷണവും നടത്തേണ്ടതില്ല. പിന്നെ എന്തിനയാൾ ജയിലിൽ കഴിയണം? പ്രഥമ ദൃഷ്ട്യാ ഏതൊരു നിയമം അറിയാത്ത വ്യക്തിക്ക് പോലും ഒരൊറ്റയടിക്ക് ഈ പരാതി വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ആ പരാതി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ ചോദിച്ച ചോദ്യം. ആദ്യ കൂടിക്കാഴ്ച പീഡനമായിട്ടും പിന്നെ എന്തിന് നിരന്തരമായ ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു എന്ന്. ഫ്ലാറ്റ് വാങ്ങാൻ, ഗിഫ്റ്റുകൾ കൊടുക്കാൻ, വിദേശത്ത് കൊണ്ടുപോകാനൊക്കെ തയ്യാറായത് യുവതിയല്ലേ? അപ്പോൾ അന്ന് നടന്നത് പീഡനമാണോ? അന്ന് നടന്നത് ബലാത്സംഗമാണോ എന്ന് ചോദിച്ചാൽ മറുപടി ആർക്കുമില്ല. പക്ഷേ ഒരു വ്യാജമായ പരാതി, ആ വ്യാജമായ പരാതിയുടെ പുറത്ത് ഒരു ജനപ്രതിനിധി അകത്ത് കിടക്കുകയാണ്.